ജെല്ലുണ്ട് കേട്ടോ. ഇത് ചിയാ സീഡിൻ്റെ ജെല്ലാണ്. ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് കണ്ണിലൊന്ന് ഹായ്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അബ്രാമി എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് എന്താണ് ഈ കൊല്ലത്തിലൊക്കെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്നൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി കേട്ടോ. അതിന് ഒരു റീസണും ഉണ്ട്. എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സായ 2-3 കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. ചേച്ചിയുടെ പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു 100 ആണെങ്കിൽ അതിൽ ഒരു 10 പോയിട്ട് ഒരു 5 പേരെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതും അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അതെനിക്ക് അതിലേറെ സന്തോഷമാണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഫേസിൽ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമേ ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ അതുകൂടാതെ ഞാൻ നൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ. നോർമലി ഞാൻ ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ ഒരു വീഡിയോസ് ചെയ്യുക അപൂർവങ്ങളിൽ അപൂർവമാണ്. എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം, പിന്നെ പൊട്ടും ഇടും കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇല്ലാത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ അത് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് നമ്മുടെ പാക്കൊക്കെ ട്രൈ ചെയ്തു, അത് ഭയങ്കര രസമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു, അവരുടെ സ്കിന്നിൽ അത് വർക്കായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര അധികം സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷമാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. എൻ്റെ കുറച്ച് രീതികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഫേസ് ഞാൻ ഏകദേശം ഭയങ്കര സെറ്റായെന്നൊന്നുമല്ല, എന്നാലും ഏറെക്കുറെയൊക്കെ എൻ്റെ ഫേസ് കുറച്ചൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഞാൻ മാറ്റാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയത് ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ചുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഡെയിലി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചുണ്ട് അത്യാവശ്യം നന്നായിട്ട് കറുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ കണ്ണിനും നല്ല ഡാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും രാത്രി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ചുണ്ടും കണ്ണും ഒക്കെയാണ്. പിന്നെ കുറച്ചൊന്ന് പൊഴിച്ചിലുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ മെയിനായിട്ട് ഹെയറാണ് കേട്ടോ. ഹെയറൊക്കെ വെട്ടിക്കളഞ്ഞത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ അത്യാവശ്യമൊക്കെ ഹെയർ ഇത്രയും നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും. അപ്പോൾ നിങ്ങൾ ഇത്രയും ഉള്ളൂന്ന്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത്രയായത് വലിയ കാര്യമാണ്. ഇനി കുറേ കൂടി നന്നായിട്ട് നീട്ടി വളർത്തണമെന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് നൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ സ്കിന്നിന് വേണ്ടിയിട്ടും അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു കണ്ണിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ജെല്ലുണ്ട് കേട്ടോ. ഇത് ചിയാ സീഡിൻ്റെ ജെല്ലാണ്. ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് കണ്ണിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. രാത്രിയും രാവിലെയും ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട്. ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടയാണ് കേട്ടോ. അലോവേറ ജെല്ലും വളരെ നല്ലതാണ്. ഇതുപോലെ ഐസാക്കിയിട്ട് നമുക്ക് കണ്ണിലും ഫേസിലും ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെയധികം നല്ലതാണ്. ഇപ്പം ഞാൻ ഫേസ് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, കണ്ണിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യം എൻ്റെ കണ്ണാണ് കുറച്ചൊന്ന് ഡാർക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കണ്ണ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ കിടക്കട്ടെ കേട്ടോ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കണ്ണിൽ എൻ്റെ ഒരു ചെറിയ തരിപ്പ് വീഴാതെ നോക്കിയാൽ മതി കേട്ടോ. വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് സെറ്റാവും കേട്ടോ. ഇനി ചുണ്ടിന് വേണ്ടിയിട്ടാണ്. ചുണ്ടിന് ഇതുപോലെ ലിപ് ബാം ഉണ്ടാക്കി വെക്കാറാണ് പതിവ് കേട്ടോ. നൈറ്റ് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബീട്രൂട്ട് ഹാഫാക്കി എടുത്തിട്ട് അതാണ് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
ജ്യൂസ് അത്രയ്ക്കില്ല. ജ്യൂസ് ഇല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ ജ്യൂസ് വരും. അപ്പം അത് ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആവണക്കെണ്ണ ഉണ്ടല്ലോ, ആവണക്കെണ്ണ എടുത്തിട്ട് ഞാനൊന്ന് പിരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിരികത്തിലും കൺപീലിയിലും. ഓക്കെ, അപ്പോൾ ഫേസിൽ ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഹെയറിന് വേണ്ടിയിട്ടാണ്. ഹെയറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും തലയൊക്കെ. ജസ്റ്റ് ഒരു റൗണ്ട് മസാജ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. എന്നിട്ട് നമ്മളെപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഫ്രണ്ടിലോട്ടിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ അതിലൂടെ നമുക്ക് മുടി ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാൻ ഭയങ്കര അധികം നല്ലതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് നൈറ്റ് ചെയ്യുന്നത്. ഹെയർ ഫുള്ള് ഫ്രണ്ടിലോട്ടിട്ടിട്ട് ഒന്ന് രണ്ട് മസാജ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഫുൾ എല്ലാ രീതിയിലും എത്തുന്ന, നമ്മൾ തലയോട്ടിയിൽ എല്ലാ രീതിയിലും നമ്മളെ ഫിംഗേഴ്സ് എത്തുന്ന രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പത്ത് ടു 15 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ പല്ല് അകന്ന ചീർപ്പ് ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കോതാം. നമ്മുടെ തലയിൽ എന്തെങ്കിലും കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് ചീക്കി കൊടുക്കുക. ഫ്രണ്ടിൽ നിന്ന് നമ്മളെ മുടിയുടെ ടിപ്പറ്റത്തുനിന്ന് മുകളിലോട്ട് ഒന്ന് ചീപ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുടി പൊട്ടിപ്പോരാതെ നമുക്ക് കെട്ടി വയ്ക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് ഹെയർ ഫുള്ളായിട്ട് മുകളിലേക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ മുടി കെട്ടിക്കൊടുക്കാറ്. മെടഞ്ഞിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് കെട്ടാറ്. ഒരുപാട് അങ്ങ് ഇറുക്കി കെട്ടണ്ട കേട്ടോ. കുറച്ചൊന്ന് ലൂസാക്കി കെട്ടിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ നൈറ്റിൽ ചെയ്യുന്നത് കേട്ടോ. വേറൊന്നും ചെയ്യാറില്ല. ഹെയർ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും കിടക്കുമ്പോൾ കോട്ടൻ്റെ തലയിണയൊക്കെ യൂസ് ചെയ്താൽ അത് ഭയങ്കര അധികം നല്ലതായിരിക്കും. പിന്നെ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഇടതൂർന്ന, അതായത് കുറച്ച് അകലമുള്ള ചീപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ മുടി അധികം പൊട്ടിപ്പോരില്ല കേട്ടോ. പിന്നെ നമ്മൾ വീക്ക്ലി ഒരു എനിക്കധികം എണ്ണ ഡെയിലി ഒന്നും തേക്കുന്ന ഇഷ്ടമല്ല. ഞാൻ വീക്കിലി രണ്ട് പ്രാവശ്യമൊക്കെ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഞാൻ ഇപ്പോൾ മുടിയിൽ കുറച്ചായിട്ട് കെയർ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പാക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ നോക്കുമ്പോൾ അറിയും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുടി എനിക്ക് അവിടെ നിന്നൊക്കെ വളർന്നു വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു വീഡിയോ ആക്കി ഇടാം. അപ്പോൾ ഇത്രയും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഹെയറിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ ഫേസിന് വേണ്ടിയിട്ട്
നൈറ്റ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. വേറെ ഫേസിൽ ഇപ്പോൾ ഒന്നും അപ്ലൈ ചെയ്യില്ല, കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് വേറെ ഒന്നും അപ്ലൈ ചെയ്യാറില്ല, ഇങ്ങനെ അങ്ങ് കിടക്കും. കാര്യം ഞാൻ രാവിലെയൊക്കെ ഒത്തിരി സ്കിന്നിൽ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ച് സ്കിന്നിനെ എങ്ങനെയെങ്കിലും വിടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ നൈറ്റിലെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പോലെ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.